തലസ്ഥാനത്തെ മാലിന്യ പ്രശ്നം പരിഹാരമില്ലാതെ നീളുന്നതിന് പിന്നിൽ സംസ്ഥാന സർക്കാരിന്റെയും നഗരസഭയുടെയും അനാസ്ഥ. വെളിച്ചം കാണാതെ ആമയിഴഞ്ചാൻ തോടിന്റെ നവീകരണത്തിനായുള്ള 25 കോടിയുടെ പദ്ധതി ഓപ്പറേഷൻ അനന്തയുടെ രണ്ടാം ഘട്ടം പിണറായി സർക്കാർ ഉപേക്ഷിച്ചതും തിരിച്ചടിയായി. ലക്ഷ്യം കാണാതെ ഇഴഞ്ഞു നീങ്ങി സ്മാർട്ട് സിറ്റി പദ്ധതിയും. ശുചീകരണ തൊഴിലാളി ഒഴുക്കിൽപ്പെട്ടതിന്റെ ഉത്തരവാദിത്വം റെയിൽവേയുടെ മുകളിൽ തള്ളി തടിതപ്പാൻ നഗരസഭ ശ്രമിക്കുമ്പോൾ മാലിന്യ നീക്കത്തിലും പദ്ധതികൾ നടപ്പാക്കുന്നതിനും നഗരസഭയ്ക്കും സർക്കാരിനും ഉണ്ടായ വീഴ്ചകൾ കാണാതെ പോകാനാകില്ല. തമ്പാനൂരിലെ ജലദുരന്തത്തിന് അറുതി വരുത്തിയ ഓപ്പറേഷൻ അനന്തയുടെ രണ്ടാം ഘട്ടം പിണറായി സർക്കാർ ഉപേക്ഷിച്ചിരുന്നു. വിവിധ വകുപ്പുകളുടെയും കോർപ്പറേഷന്റെയും ഏകോപനമില്ലായ്മയാണ് പദ്ധതി നിലയ്ക്കാൻ കാരണമായത്. ആമയിഴഞ്ചാൻ തോടിന്റെ നവീകരണത്തിനായുള്ള 2021 25 കോടിയുടെ പദ്ധതിയും പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങി. കണ്ണമ്പൂല വഴി ആക്കുളം കായലിൽ ചേരുന്ന ആമയിഴഞ്ചാൻ തോടിന് 12 കിലോമീറ്ററാണ് നീളം. എന്നാൽ തോട്ടിൽ വെള്ളത്തിനേക്കാൾ കൂടുതലുള്ളത് മാലിന്യങ്ങളാണ്. പ്ലാസ്റ്റിക്കിനും ഇറച്ചി മാലിന്യങ്ങൾക്കും പുറമെ പഴയ ടെലിവിഷനും മെത്തയും കമ്പിക്കഷ്ണങ്ങളും സർജറി ചെയ്ത ശരീരഭാഗങ്ങളും അവശിഷ്ടങ്ങൾക്കിടയിലുണ്ട്. തോടിന്റെ ശുചീകരണത്തിനായി 2.8 കോടി ചിലവഴിച്ച് സിൽറ്റ് പുഷർ യന്ത്രം വാങ്ങാൻ തുക വകയിരുത്തിയിരുന്നു. എന്നാൽ ഒന്നും നടന്നില്ലെന്നതാണ് വസ്തുത. റോഡുകളെല്ലാം സ്മാർട്ട് ആകുമെന്ന വാഗ്ദാനത്തോടെ നടപ്പിലാക്കിയതാണ് സ്മാർട്ട് സിറ്റി പദ്ധതി. എന്നാൽ തലസ്ഥാനത്തെ റോഡുകൾ അപകടക്കെണിയായതല്ലാതെ പദ്ധതി കൊണ്ട് മറ്റു പ്രയോജനങ്ങളൊന്നും ഉണ്ടായില്ല. ഇതിനെല്ലാം പുറമെ മഴക്കാലത്തിന് മുന്നോടിയായി ഏപ്രിൽ മെയ് മാസങ്ങളിൽ തോടുകളിലെയും ഓടകളിലെയും മാലിന്യം നീക്കം ചെയ്യേണ്ടത് നഗരസഭയുടെയും തദ്ദേശ വകുപ്പിന്റെയും കൂട്ടുത്തരവാദിത്തമാണ്. ഇതും ഫലപ്രദമായി നടപ്പിലാക്കാനായില്ല. രശ്മി കാർത്തിക, ജനം, തിരുവനന്തപുരം.